ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഫാസ്റ്റ് കുക്ക് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഞണ്ട് കറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി വരും. അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ ഈ റെസിപ്പി നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഞണ്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 2-2.5 കിലോ വെയിറ്റ് വരും ഞണ്ടിന്. നല്ലപോലെ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതുപോലെ കുറച്ച് വലിപ്പമുള്ള പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം 1 ടീസ്പൂണ് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണോളം ഉലുവ പൊടിച്ചതിട്ട് കൊടുക്കാം. ഒരു 3 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 5 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നിങ്ങൾ എരിവിന് അനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ 100 ഗ്രാമോളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഞാൻ. അതും കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം ചെറിയ ഉള്ളി വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 വലിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം നല്ല പോലെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നല്ല പോലെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 2 വലിയ തക്കാളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്ത് മൂടി വെച്ച് തക്കാളി വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ തക്കാളി നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മുളക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ മുളകും മല്ലിയും കൂടി ഒന്ന് നന്നായിട്ട് നൈസായിട്ട് ഒന്ന് അരച്ചെടുത്തതാണ്. അപ്പോൾ ഇത് 2 ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളെ എരിവിനനുസരിച്ച് നിങ്ങൾ മുളക് ചേർത്ത് കൊടുത്താൽ മതി. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മിക്സ് ചെയ്ത് കുറച്ച് നേരം വഴറ്റി കൊടുക്കണം. മുളകിൻ്റെ പച്ചമണം മാറാൻ വേണ്ടി കുറച്ച് സമയം കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ 1.5 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഞണ്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ വൃത്തിയാക്കി വെച്ച ഞണ്ട് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. ഞണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ മസാല ഞണ്ടിന് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മസാലയിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പാകത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല പോലെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ 3 മുറി തേങ്ങ, അതായത് 1.5 തേങ്ങയുടെ പാൽ എടുത്തിട്ടുണ്ട്. ഇതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് പുളി വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ചക്കരപ്പുളി എന്നൊക്കെ പറയുന്ന ആ പുളിൻ്റെ വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം ചേർത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം മൂടി വെച്ച് വേവിക്കാം. ഇപ്പം നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനും ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അടിക്ക് പിടിച്ച് പോകും. അപ്പോൾ ഇനി നല്ല പോലെ ഒന്ന് തിളച്ച് ഞണ്ട് നല്ല പോലെ ഒന്ന് വെന്ത് വരട്ടെ. അങ്ങനെ നമ്മുടെ ഞണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയുണ്ട്, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. തീർച്ചയായും നിങ്ങളിതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് വിളമ്പാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ
അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ.